എല്ലാവർക്കും നമസ്കാരം. യതീഷയുടെ സ്പിരിറ്റ് ഓഫ് രാമ എന്ന വാൽമീകി രാമായണ അധിഷ്ഠിതമായ പരമ്പരയിൽ 27ാമത് എപ്പിസോഡിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഓം വന്ദേ ഗുരുപാദദ്വന്തം അവാങ് മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സുരസയുടെ പ്രചോദനങ്ങളും അല്ലെങ്കിൽ സുരസയുടെ പ്രചോദനത്താൽ പ്രേരിതമായ സൃഷ്ടിപരമായ ആചാര മര്യാദാ സംഹിത, അതായത് ചന്ദ്രൻ്റെ കലകളിലൂടെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ഘട്ടങ്ങളിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മ ശരീരത്തിലെ ചക്രസംക്രമണങ്ങളിലൂടെയും അവളുടെ ആദിരൂപത്തെ നെയ്തെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദ്വാരപാലകയായി അല്ലെങ്കിൽ ഒരു പടിവാതിൽക്കൽ രക്ഷാധികാരിയായി, സർപ്പമാതാവായി, ദിവ്യമായ രസത്തിൻ്റെ വാഹക എന്നീ നിലകളിലൊക്കെ അവളുടെ പ്രതീകാത്മകതയെ നമ്മൾ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ നിലനിൽപ്പിൽ നിന്ന് മോചനത്തിലേക്കുള്ള ഒരു പരിവർത്തന സാധനാ ചക്രമാണ് യഥാർത്ഥത്തിൽ സുരസ എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ ഇതിന് ഒരു സാധനാക്രമം തന്നെ രാമായണത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. ശരിക്കും അമാവാസിയിൽ മൂലാധാരത്തെ കേന്ദ്രീകരിച്ച്, നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ മൂലാധാര ചക്രത്തെ കേന്ദ്രീകരിച്ചിട്ട് ആ നമ്മുടെ പ്രാണന്റെ അസ്തിത്വം അല്ലെങ്കിൽ ബോധചൈതന്യത്തെ, ജീവാത്മബോധ ചൈതന്യം, ഇന്ദ്രിയ അവബോധ ചൈതന്യത്തിൻ്റെ പ്രവേശന ദ്വാരത്തിലൂടെ അവരോഹണത്തിൻ്റെ ഒരു ദൃശ്യവൽക്കരണം തന്നെ. അത് തുടർന്ന് ചന്ദ്രൻ്റെ കലയായ അഷ്ടമി, അതായത് കൃഷ്ണപക്ഷത്തിൽ നിന്ന് ശുക്ലപക്ഷത്തിലേക്കുള്ള ശുക്ലപക്ഷത്തിൽ നിന്ന് കൃഷ്ണപക്ഷത്തിലേക്കുള്ള ആ അഷ്ടമി, ആദ്യ പാദം, ആദ്യത്തെ ആ 7 ദിവസം നമ്മൾ സ്വാധിഷ്ഠാന ചക്രം കേന്ദ്രീകരിച്ച്, നമ്മുടെ സ്വാധിഷ്ഠാനത്തിലാണ് നമ്മുടെ വൈകാരികമായ എല്ലാ അസ്തിത്വങ്ങളും കുടികൊള്ളുന്നത്, വൈകാരികമായ പ്രവാഹം ഇരിക്കുന്നത്. അങ്ങനെ അതിന് പ്രത്യേകിച്ച് ധ്യാനമുറകളൊക്കെ നമ്മൾക്കുണ്ട്. അതിനുശേഷം നമ്മൾ പൗർണമി ചന്ദ്രനെ, മണിപൂര ചക്രത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ശക്തിയും പരിവർത്തനവും അടിസ്ഥാനപരമാക്കി ശ്വാസക്രിയകൾ,
അതായത് കപാലഭാതി പോലെയുള്ള ശ്വാസക്രിയകളിലൂടെ ഹനുമാന്റെ താന്ത്രികമായ ദൃശ്യവൽക്കരണം സാധ്യമാക്കിക്കൊണ്ട് ചെയ്യുന്ന ആചാരമുറകളുണ്ട്. ചന്ദ്രൻ്റെ അവസാന പാദമായ പൗർണമിക്ക് ശേഷമുള്ള ക്ഷയാവസ്ഥയിലുള്ള അഷ്ടമി പാദം, അതിൽ നമ്മൾ അനാഹത ചക്രത്തെ കേന്ദ്രീകരിച്ച് അനുകമ്പയും സംയോജന ചൈതന്യവും നമ്മളിൽ വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ അഹം എന്ന തത്വത്തിൻ്റെ പ്രതിഫലനാത്മകമായി ആവശ്യമായി വരുന്ന ക്രിയകൾ, അതുപോലെ പിന്നെ അമാവാസിയോട് അനുബന്ധിച്ച് നമ്മുടെ വിശുദ്ധിയും ആജ്ഞാചക്രവും കേന്ദ്രീകരിച്ച് നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞു പോയ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞു പോയിരിക്കുന്ന മുദ്രണങ്ങൾ, ഇംപ്രഷൻസ്, അത് നിഴൽ പ്രവൃത്തികൾ വഴി, അതായത് അമാവാസിയിലെ ജപം, അതുപോലെ തന്നെ സർപ്പാരാധന മുതലായ വഴികളിലൂടെ നമ്മൾ വിശുദ്ധിയും ആജ്ഞയും ത്വരിതപ്പെടുത്തും. അതിനുശേഷം ഈ പറയുന്ന പോലെ അമാവാസിക്ക് ശേഷമുള്ള ചന്ദ്രൻ്റെ പുനർജന്മം അല്ലെങ്കിൽ ശുക്ലപക്ഷത്തേക്കുള്ള ആ പ്രയാണത്തിൽ സഹസ്രാരത്തെ കേന്ദ്രീകരിച്ച് നിശബ്ദമായുള്ള നമ്മുടെ വിമോചനം, അതിന് ഈ പറയുന്ന പോലെ പല ക്രിയകളും ശരിക്കുമുണ്ട്. അപ്പോൾ ഓരോ ഘട്ടവും സുരസയുടെ, അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഓരോ കഥാപാത്രത്തെ വെറുതെ പറഞ്ഞു പോവുകയല്ല ചെയ്തത്. യഥാർത്ഥത്തിൽ ഇതിനെ ഓരോ കഥാപാത്രത്തിൻ്റെ ആദർശത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ജീവിതമായി അല്ലെങ്കിൽ മനുഷ്യാത്മാവിൻ്റെ പരിണാമത്തിന് ആവശ്യമായ ഓരോ കാര്യങ്ങൾക്കും വേണ്ട ഉപാസനകൾ പോലും കൃത്യമായി രചിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അതാണിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ നിങ്ങൾക്ക് സൂചന നൽകിയത്. അങ്ങനെയുള്ള ഉപാസനാക്രമം പോലെയുണ്ട് നമ്മുടെ ഉള്ളിലുള്ള പ്രാണൻ്റെ ഗതിക്ക്, അതിന് പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ഘട്ടവും ഈ സുരസയുടെ ഊർജവുമായിട്ട് അല്ലെങ്കിൽ ആ ചൈതന്യമായിട്ട് താന്ത്രികപരമായും അതുപോലെ തന്നെ നമ്മുടെ ജീവാത്മാവിനെ പോഷിപ്പിക്കുന്നതുമായ, അതുപോലെ തന്നെ പ്രാരംഭപരമായൊരു സൂക്ഷ്മമായ ദൈവീക ഇടപെടലിനെ ക്ഷണിക്കുന്നതാണ് ഈ ഉപാസനകളൊക്കെ. അങ്ങനെ ഒരു പ്രവേശന കവാട സംരക്ഷകയും അതുപോലെ തന്നെ സർപ്പിള ചൈതന്യത്തിൻ്റെ മാതൃ ചൈതന്യവുമായ ദൈവീകമായ രസത്തിൻ്റെ വാഹകയുമായ സുരസയുടെ പ്രതീകാത്മകത മറ്റ് ആത്മീയ ആദിരൂപങ്ങളുമായി, പ്രാഗ് രൂപങ്ങളുമായി, മാതൃകാരൂപങ്ങളുമായി, പ്രത്യേകിച്ച് ആരംഭം, പരിവർത്തനം, പരിമിതി എന്നിവ നിയന്ത്രിക്കുന്നതുമായി ബന്ധിക്കുന്നതുമുള്ള ശക്തമായ ഒരു ബന്ധമാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. വിശാലമായ ഒരു ആദിരൂപ അല്ലെങ്കിൽ ഒരു മാതൃരൂപ, മൂലരൂപ ചൈതന്യത്തിൻ്റെ അല്ലെങ്കിൽ ആ മൂലരൂപ സങ്കല്പത്തിൻ്റെ ആചാരമര്യാദ സംഹിതയിലേക്ക് അവളെ നെയ്യാൻ ശരിക്കും നമ്മളെ സഹായിക്കുന്ന ഒരു ചട്ടക്കൂടാണ് യഥാർത്ഥത്തിൽ ഈ സുരസ എന്ന കഥാപാത്രം വാൽമീകി രാമായണത്തിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. അതിബൃഹത്തായ ആചരണ പദ്ധതികളാണ്, ഉപാസനാ പദ്ധതികളാണ്. യഥാർത്ഥത്തിൽ ഇത് ആദിമ രൂപമായ അല്ലെങ്കിൽ ആദ്യ മൂലരൂപമായ പ്രാഗ്രൂപത്തിൻ്റെ ബന്ധനം, സംയോജനം ആയിട്ടാണ് സുരസ യഥാർത്ഥത്തിൽ നമ്മൾക്ക് മുമ്പിൽ അവതരിക്കുന്നത് തന്നെ. ഇതിൽ ശരിക്കും ദശമഹാവിദ്യകളുമായിട്ട് പോലും ബന്ധമുണ്ട് ഈ ആചരണങ്ങൾക്ക്. നമ്മൾ ശരിക്കും ഓരോ രാമായണത്തെ ശരിക്കും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ താന്ത്രികമായ വലിയ ആചാര പദ്ധതികളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഹാവിദ്യകളായ ഈ പറയുന്ന സ്ത്രൈണ ചൈതന്യങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രൈണ ചൈതന്യങ്ങളായ പരിവർത്തന ശക്തികളുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സുരസ എന്ന കഥാപാത്രത്തിൻ്റെ പ്രതീകം ബന്ധം ഉള്ളത്. സുരസ ഏറ്റവും കൂടുതൽ പ്രതിധ്വനിക്കുന്നത് ഈ പറയുന്ന ചിന്നമസ്ത, മഹാവിദ്യയിൽ ചിന്നമസ്ത എന്ന ദേവതയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശരിക്കും സ്വന്തം ശിരസ് ഛേദിച്ച് കയ്യിലേക്ക് പിടിച്ചിട്ട് ആ ശിരസ് ഈ പറയുന്ന കഴുത്തിലൂടെ വരുന്ന 3 രക്തചാലുകളെ തൻ്റെ സഖിമാരായ 2 ആൾക്കാരും പിന്നെ ഈ ഛേദിച്ച തലയും പാനം ചെയ്യുന്ന ഒരു ബീഭത്സമായ ഒരു ദേവത രൂപമുണ്ട് നമുക്ക് മഹാവിദ്യയിൽ. അത് ഈ ചിന്നമസ്ത രൂപവുമായി യോജിക്കുന്നത് കൊണ്ട് തന്നെ സുരസയുടെ വായ അത് അഹങ്കാരത്തെ വെല്ലുവിളിക്കുകയും പുനർജന്മത്തെ ക്ഷണിക്കുകയും ചെയ്യുന്നതാണെന്ന പ്രതീകമാണ് അവിടെ യഥാർത്ഥത്തിലുള്ളത്. അതിനെയാണ് നമ്മൾ യോനീദ്വാരം കൊണ്ട് തന്ത്രക്രിയയിൽ പ്രതിഫലനം ചെയ്യിക്കുന്നത്. ഇനി രണ്ടാമത് നോക്കിയാൽ സുരസ നാഗം അല്ലെങ്കിൽ സർപ്പിളത്തിൻ്റെ
പ്രതീകമായി, സർപ്പിള ചൈതന്യത്തിൻ്റെ പ്രതീകമാണെന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാണ് സർപ്പിള ചൈതന്യത്തിൻ്റെ പ്രാഗ് രൂപം അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ മൂലസ്വരൂപമായിട്ട് സുരസ വർത്തിക്കുന്നത്. കാരണം ഒരു സർപ്പമാതാവ് എന്ന നിലയിൽ സുരസ ഈ പറയുന്ന ചൈതന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ 3 സർപ്പിള ചൈതന്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് മാനസദേവി, സർപ്പങ്ങളുടെയും മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും സംരക്ഷകയായി വർത്തിക്കുന്ന ചൈതന്യം. രണ്ടാമത് അനന്തശേഷൻ, അനന്തതയുടെ ആ പ്രാപഞ്ചികമായ സർപ്പം. വിഷ്ണു അനന്തശയനത്തിൽ കുടികൊള്ളുന്ന ആ അനന്തശയനം തന്നെ, അനന്തശേഷൻ. പിന്നെ ഉള്ളത് നമ്മുടെ ജീവാത്മാവായ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്ന കുണ്ടലിനി ശക്തി. അടിസ്ഥാന ചക്രത്തിൽ ചുരുണ്ട് 3.5 ചുറ്റായി ചുരുണ്ട് കിടക്കുന്ന ആ ഊർജ്ജ ചൈതന്യം. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ ചക്രാധിഷ്ഠിതമായ നമ്മുടെ ശരീരത്തിലുള്ള ഈ പറയുന്ന ഷഡാധാര ചക്രങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സാധനാക്രമത്തെ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മൂലാധാരത്തിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള ഒരു ആ പഞ്ചഭൂതാത്മകമായ ഒരു ഉണർവ്, അവിടെ സർപ്പശക്തി ഉയർന്ന് ആ ചൈതന്യമായി രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായി നമ്മൾ നോക്കുന്ന സമയത്ത് പാരമ്പര്യങ്ങളിൽ ഉടനീളം നമ്മുടെ പരിധിയുടെ കാവൽക്കാരായിട്ടാണ് സുരസയുടെ പ്രതിഫലനം കാണാൻ സാധിക്കുന്നത്. ധാരാളം പാരമ്പര്യങ്ങൾ, ഭാരതീയ പാരമ്പര്യങ്ങൾ മാത്രമല്ല, ഗ്രീക്ക് ആയാലും ഈജിപ്ഷ്യൻ ആയാലും ടിബറ്റൻ പാരമ്പര്യങ്ങളിലൊക്കെ നോക്കിയാൽ, ഇപ്പോൾ ഗ്രീക്ക് പാരമ്പര്യം എടുത്തു നോക്കിയാൽ അവിടെ ഏത് സ്വരൂപത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ചാരോൺ, ആത്മാക്കളുടെ ഒരു കടത്തുവള്ളക്കാരിയായിട്ട് അല്ലെങ്കിൽ കടത്തുവള്ളക്കാരനായിട്ട് കാണുന്നുണ്ട് ചാരോൺ എന്ന് പറയുന്ന ഒരു രൂപം. അവിടെ വെള്ളത്തിനും കുറുകെയുള്ള ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ അവിടെ നമ്മളുമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതീകം, താരിണി പോലെ. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തിലാണെങ്കിൽ സെക്മേറ്റ്, അതായത് അഗ്നി സംരക്ഷക, ഉഗ്രയായ ഒരു സ്ത്രൈണ കാവൽക്കാര ചൈതന്യമായിട്ട് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നമുക്ക് ഇതേപോലെ ഒരു ദേവതയുണ്ട്. ടിബറ്റൻ സംസ്കൃതിയിൽ അത് ഡാഗിനികളാണ്, പരിവർത്തനത്തിൻ്റെ സൂക്ഷ്മാകാശത്തിലെ നർത്തകർ എന്ന അവസ്ഥയിൽ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഈ ആദി രൂപങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവാത്മാവിൻ്റെ മുമ്പിൽ ഒരു തടസ്സമായിട്ടല്ല, അത് തുടക്കം ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് യഥാർത്ഥത്തിൽ സുരസയുടെ പങ്കിനെ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കി കാണേണ്ടത്. ഇനി അത് തന്നെ ഈ പറയുന്ന ആൻറ്റി പ്രിമോഡിയൽ രൂപമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഹനുമാൻ. അതായത് ഹനുമാനും സുരസയും നോക്കുമ്പോൾ ഒരാൾ പ്രാഗ്രൂപവും ഒരാൾ പ്രതിപ്രാഗ്രൂപവുമായിട്ട് വേണമെങ്കിൽ പറയാം. സുരസയുടെ പരീക്ഷണം ഹനുമാന്റെ ഒളിഞ്ഞിരിക്കുന്ന ജ്ഞാനത്തെ സജീവമാക്കുന്നതാണ്, അവയുടെ ചലനാത്മകത പ്രതിഫലിപ്പിക്കുന്നത്. കാരണം സുരസ മുമ്പിൽ വന്നിട്ടില്ലെങ്കിൽ ഹനുമാന്റെ ആ അഷ്ടസിദ്ധികളെ ഹനുമാൻ ചിലപ്പം പ്രയോഗിച്ചു എന്ന് തന്നെ വരില്ല. ഹനുമാന് തന്നെ ഉള്ളിൽ ഉള്ള ശക്തിയെ ബോധ്യപ്പെടുത്തി കൊടുത്തത് സുരസയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ ആഗോള തരത്തിൽ നോക്കിയാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സമഗ്രമായ കാഴ്ചപ്പാടിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ചൈനീസ് സ്പിരിച്വലിസത്തിൻ്റെ ബേസിൽ നോക്കിയാൽ യിങ് യാങ് എന്ന ആ ധ്രുവീകരണം, അതായത് സ്ത്രൈണമായ വെല്ലുവിളികളും പുരുഷൻ്റെ തന്ത്രവും, അതാണ് യിങ് യാങ്. നമ്മൾ ശിവശക്തി എന്ന് പറയുന്ന അതേ സിദ്ധാന്തം. ഇനി ഗുരു ശിഷ്യ എന്ന് പറയുന്നത്, അതായത് ആ ഗുരു ശിഷ്യ പരീക്ഷണത്തിലൂടെ അവൾ നമ്മളെ അറിവിൻ്റെ ലോകത്തേക്ക്, അവിടെയും ഈ പറയുന്ന പൊളാരിറ്റീസാണ്. ഗുരു ഒരു പൊളാരിറ്റി ഗുരു, രണ്ടാമത്തെ പൊളാരിറ്റി ശിഷ്യ. ഇനി സൂക്ഷ്മമായ ശരീരവൈദഗ്ധ്യവും കൂടെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഹനുമാന്റെ വികാസം സങ്കോചം ഈ അവസരത്തിൽ അല്ലേ, സുരസയുടെ മുമ്പിലെത്തിയപ്പോൾ വികാസം സങ്കോചം, അതായത് സ്ഥൂലത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയും ഒരു യോഗിക്കായിട്ടുള്ള ഒരു നിയന്ത്രണം. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഒരു ഇരട്ട അല്ലെങ്കിൽ ഒരു ട്വിൻ പോളാർ പ്രാർത്ഥന ആചാരം രൂപകൽപ്പന ചെയ്യാൻ കഴിയും വിധം ദ്വാരപാലകയായിട്ട് സുരസ, ഒരു ദ്വാരപാലികയായിട്ട് സുരസയും ആ ദ്വാരത്തിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്ന ചൈതന്യമായിട്ട് ഹനുമാനുമാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ക്രിയകളുണ്ട്. അമാവാസിക്ക് ചെയ്യുന്നതുണ്ട്, പൂർണ്ണചന്ദ്രനിൽ ചെയ്യുന്നതുണ്ട്, അതുപോലെ ആ ഗ്രഹണ സമയം, നിഴൽ ഉള്ള സമയം, അതുപോലെ തന്നെ ചക്രസാധന. ഇപ്പോൾ അമാവാസിക്ക് ശരിക്കും അഹംഭാവം ഇല്ലാതാക്കാൻ മഹാവിദ്യയുമായി ചിന്നമസ്തിയുമായി സുരസയെ ആവാഹിക്കുന്നുണ്ട്. പൂർണ്ണചന്ദ്രൻ പൗർണമിയിൽ സമുദ്ര സഞ്ചാരത്തിനായിട്ട് സുരസയെ താരയുമായിട്ടാണ് അവിടെ മേളിപ്പിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് ചിന്നമസ്തയായിട്ട് അഹംഭാവത്തെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ സുരസ പരിണമിക്കുമ്പോൾ അമാവാസി കാലത്ത്, പൗർണമി കാലത്ത് നേരെ തിരിച്ച് ഭവതാരിണിയായ താരയെ
ആയിട്ട് ചേർന്നിട്ടാണ്, മഹാവിദ്യയിൽ താരയുമായി ചേർന്നിട്ട് സുരസയെ കാണാം. ഇനി ഈ പറയുന്ന പോലെ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലുള്ള നിഗൂഢത വശങ്ങളിലേക്ക്, നിഴൽ വശങ്ങളിലേക്ക്, നമ്മുടെ ആന്തരികമായ രാസവിദ്യാ തലങ്ങളിലേക്ക് സുരസ പോകുന്ന സമയത്ത് അവിടെ ദശമഹാവിദ്യയിലെ ബഗലാമുഖി അതുപോലെ തന്നെ കുണ്ടലിനി സംയോജനമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ചക്രസാധനയിലാണെങ്കിൽ നമ്മുടെ ചക്രങ്ങളിലുടനീളം കുണ്ടലിനി ആരോഹണ ക്രമത്തിൽ പോകുന്ന ആ സർപ്പശക്തി, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് സുരസയെ കാണാം. അപ്പോൾ എങ്ങനെ നോക്കിയാലും, ഏത് ആചരണ രീതിയിൽ എടുത്തു നോക്കിയാലും, വ്യക്തിഗതമാക്കിയ ഈ പറയുന്ന പോലെ ചാന്ദ്ര ശരീരത്തിൻ്റെ ഷഡാധാര ചക്ര സംയോജനത്തിലൂടെ, അതായത് പ്രകൃതിയിൽ നോക്കുമ്പോൾ ചന്ദ്രകലകളുമായിട്ട്, ശരീരം നോക്കുമ്പോൾ നമ്മുടെ ഷഡാധാര ചക്രങ്ങളുമായിട്ട് സംയോജനത്തിലൂടെ സുരസയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആചാരപരമായ സംഹിതയെ കൂടുതൽ ഈ പറയുന്ന ആഴത്തിൽ നമ്മൾക്ക് അനുഭവിക്കാൻ സാധ്യമാക്കുന്നു. അപ്പോൾ പ്രതീകാത്മകമായ കഥപറച്ചിലൂടെയും കളിയായ പ്രവർത്തനങ്ങളിലൂടെയും മഹാവിദ്യ എന്ന ആ ഒരു മാതൃകാരൂപങ്ങളിലേക്ക് അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ സുരസയെ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ വ്യക്തിഗതമാക്കിയ ഒരു ആചാര പദ്ധതി പോലും, പേഴ്സണലൈസ്ഡ് ഒരു റിച്വൽ സിനാരിയോ പോലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ ചന്ദ്രൻ്റെ കലയും ഘട്ടം, അതായത് ഇപ്പം കല എന്നുള്ളത് 15 കലകളായി എടുക്കുമ്പോൾ ഓരോ ദിവസത്തിൻ്റെ കല കിട്ടും. അതല്ലാതെ ആഴ്ചകൾ വെച്ചിട്ടൊരു ചന്ദ്രൻ്റെ കലയെടുത്താൽ അമാവാസിക്ക് ശേഷം പൗർണമിയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ആദ്യത്തെ 7 ദിവസം കഴിഞ്ഞ് 8ാമത് വരുന്നത് ശുക്ലപക്ഷത്തിലെ അഷ്ടമി. അവിടുന്ന് അഷ്ടമിയിൽ നിന്ന് പിന്നെ അടുത്ത 7 വരുന്നത് പൗർണമിയിലേക്കുള്ള പുരോഗതിയാണ്. പൗർണമിക്ക് ശേഷം വീണ്ടും കൃഷ്ണപക്ഷത്തിലുള്ള അഷ്ടമി, അവിടുന്ന് വീണ്ടും അത് അമാവാസിയിലേക്ക്. ഇങ്ങനെയാണ് ആഴ്ചയിൽ ഒരു 4 കലകളായിട്ടും അതല്ലെങ്കിൽ ദൈനംദിന കലയായ 15 കലകളായിട്ടും ചന്ദ്രൻ്റെ ഓരോ ഘട്ടവും നമ്മൾ വിഭജിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിന്യസിച്ചിട്ടുണ്ട്. അതായത് അപ്പോൾ മൂലാധാര ചക്രം ഉപയോഗിച്ച് അമാവാസിയിൽ നമ്മളിലെ എല്ലാ വാസനകളെയും ഇല്ലാതാക്കുക. സ്വാധിഷ്ഠാനം ഉപയോഗിച്ചിട്ട് ആദ്യത്തെ അഷ്ടമി കാലത്തിൽ വൈകാരികമായ പ്രവാഹങ്ങൾ ഉണ്ടാക്കുക. ഇനി വിശുദ്ധിയും ആജ്ഞയും ഉപയോഗിച്ചിട്ട് ഗ്രഹണ സമയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നല്ലോ, ഒന്നെങ്കിൽ പൗർണമിയായോ അല്ലെങ്കിൽ അമാവാസിയായോ ഇരിക്കുന്ന സമയത്ത് ആചാരങ്ങളിൽ ഈ പറയുന്ന പോലെ മന്ത്രജപം, ശ്വസന വ്യായാമം, അതുപോലെ നമുക്ക് സങ്കല്പാദികൾ ഒക്കെ ഈ പറയുന്ന സുരസ എന്ന ചൈതന്യത്തിൻ്റെ ദൃശ്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന ക്രമമാണ്. നമ്മളിപ്പോൾ ദശമഹാവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ സുരസയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ചിന്നമസ്ത എന്നുള്ളത് ധൈര്യവും വിട്ടുകൊടുക്കലും. ഒരു നമ്മൾ ഈ പറയില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള നമ്മുടെ ആന്തരികമായ ഒരുപാട് വാസന പ്രേരിതമായ ഭയങ്ങളുണ്ട്. ആ ഭയങ്ങളെ മറികടക്കാൻ വേണ്ടി ധൈര്യം സംഭരിക്കലും അതുപോലെ ആ ഭയത്തിനെ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുകൊടുക്കൽ. ഈ താര ജീവിതത്തിലെ പല വെല്ലുവിളികളിലൂടെയുമുള്ള ഒരു വഴികാട്ടലാണ് യഥാർത്ഥത്തിൽ താര. ഭവതാരിണി, താരണം ചെയ്യിക്കുന്നവൾ. ഇനി ബഗലാമുഖിയെ നോക്കിയാൽ നിശബ്ദതയുടെ ശക്തിയാണ്. അതായത് സൈലൻസിൻ്റെ പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിശബ്ദത പരിശീലിക്കും, ധ്യാനം പരിശീലിക്കും. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ ഇത്രയും സാധനാക്രമങ്ങൾ വരെ രാമായണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിയുമ്പം നമ്മുടെ അതിശയം 10 മടങ്ങ് വർദ്ധിക്കും. കാരണം ഇതിന് ഒരുപാട് ആഴവും പരപ്പും ഒക്കെ ഉള്ളതാണ്. ഇനി നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ സുന്ദരകാന്ഡത്തിൽ പരിചയപ്പെട്ട ഒരു കഥാപാത്രമാണ് ഛായാഗ്രഹണി. ഇവിടെയും നമ്മൾ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ ഛായാഗ്രഹണിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? നിഴൽ, ആരുടെ യാത്രയും നിഴൽ നോക്കി ആ യഥാർത്ഥ നിഴലിൻ്റെ ഉടമസ്ഥതയെ അല്ലെങ്കിൽ ഉടമസ്ഥനെ വകവരുത്തുന്ന ഒരു ആസുരീകമായ ചൈതന്യം. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഛായാഗ്രഹണി എന്നത് ഭാഷാപരമായ ഗവേഷണത്തെയും നിഗൂഢ വ്യാഖ്യാനത്തെയും നമ്മളിലേക്ക് ക്ഷണിക്കുന്ന ഒരു പദമാണ്. പ്രത്യേകിച്ച് രാമായണത്തിൻ്റെ ദാർശനിക വശങ്ങളിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കതിനെ വേണമെങ്കിൽ 3 തലങ്ങളിൽ വികസിപ്പിച്ച് നോക്കാം.
ഛായാഗ്രഹണി അത് ഒരു സംസ്കൃത നിഘണ്ടു ശാസ്ത്രപരമായി നമ്മൾ നോക്കിയാൽ ആ വാക്കിനെ നമുക്ക് ആ ഒരു സംയുക്തമാണത് യഥാർത്ഥത്തിൽ. 2 പദങ്ങൾ ചേർന്നാണ്. ഒന്ന് ഛായ, ഒന്ന് ഗ്രഹണി. ഛായ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നിഴൽ, പ്രതിഫലനം, സാദൃശ്യം, ഭ്രമം, അല്ലെങ്കിൽ സൂക്ഷ്മമായ സാന്നിധ്യത്തെയാണ് നമ്മൾ ഛായ എന്ന് വിളിക്കുക. ഗ്രഹണി എന്ന് പറഞ്ഞാലോ യഥാർത്ഥത്തിൽ ഗ്രഹണം ചെയ്യുക, പിടിച്ചെടുക്കുക, ആഗീരണം ചെയ്യുക, അല്ലെങ്കിൽ കൈവശം വയ്ക്കുക. ഇതാണ് ഗ്രഹണി. ആയുർവേദ ഭാഷയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹന അവയവത്തെയും സൂചിപ്പിക്കുന്നതാണ് ഗ്രഹണി. ഇത് സ്വാംശീകരണത്തെ പ്രതീകവൽക്കരിക്കുന്നതാണ് ആ പദം ഗ്രഹണം. ഇനി ഈ പറയുന്ന പോലെ ശബ്ദശാസ്ത്രം വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് അക്ഷരാർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ, നിഴലിനെ കൈവശം വെക്കുന്നതോ നിഴലിനെ പിടിച്ചു വെക്കുന്നതോ ആയ ചൈതന്യമാണ് ഛായാഗ്രഹണി. ഇനി ഇതിൻ്റെ പ്രതീകം വെച്ച് നോക്കിയാൽ മായ അല്ലെങ്കിൽ സൂക്ഷ്മമായ മുദ്രണങ്ങൾ ആഗീരണം ചെയ്യുന്ന കഴിവ് അല്ലെങ്കിൽ ശക്തിയാണ് യഥാർത്ഥത്തിൽ ഛായാഗ്രഹണി. ഇനി താന്ത്രികപരമായി നോക്കിയാൽ അതിൻ്റെ സൂക്ഷ്മത, ദഹന അഗ്നിയുണ്ട് നമുക്ക് ശരീരത്തിൽ. നമ്മളെ എല്ലാം കഴിക്കുന്നതെല്ലാം ദഹിപ്പിക്കുന്ന ഒരു ജഠരാഗ്നിയുണ്ട് നമ്മുടെ ഉള്ളിൽ. അത് ആന്തരികമായ പരിവർത്തനത്തെ, കാരണം നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണശകലങ്ങൾ ജഠരാഗ്നി ദഹിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആന്തരികമായ പരിവർത്തനത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡി സ്വതസിദ്ധമായി ആന്തരികമായി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ അടിത്തറ ജഠരാഗ്നി. അപ്പോൾ അത് ആന്തരികമായ പരിവർത്തനത്തിൻ്റെ ഒരു രൂപകമായിട്ട് മാറുന്നത് നമുക്ക് കാണാം. ഇത് നമ്മുടെ ഉള്ളിലുള്ള പൂർവ്വ ജന്മത്തിൽ നിന്ന് ആർജിതമായ കർമ്മങ്ങളെ, അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ ആ നിഴലുകളെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഇതാണ് തന്ത്രത്തിൻ്റെ വീക്ഷണം. സംസ്കൃത കാവ്യശാസ്ത്രത്തിലും നിരുക്തത്തിലൊക്കെ ഛായ പലപ്പോഴും അനാത്മികമായിട്ടാണ് പറയുക. അതായത് സ്വയമല്ലാത്തത്, മായ, ഭ്രമം. നിഴൽ എപ്പോഴും അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ പ്രതിഫലിച്ച ബോധം, ചിതാഭാസം എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയും. അപ്പം അങ്ങനെ ഛായാഗ്രഹണി എന്നത് മായയിൽ ഏർപ്പെടുന്ന കർമ്മ അവശിഷ്ടങ്ങളെ ആഗീരണം ചെയ്യുന്ന അല്ലെങ്കിൽ സൂക്ഷ്മമായ മുദ്രണങ്ങളെ ഉപാചയമാക്കുന്ന മാനസികമായ അല്ലെങ്കിൽ മാനസിക ആത്മീയ സംവിധാനമാണ് യഥാർത്ഥത്തിൽ എന്ത് ഛായാഗ്രഹണി. ഒന്നുകൂടെ ആഴത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്ന എന്താണ്? സ്വയം അല്ലാത്തതിനെ, ഇത് നിരുക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സ്വയം അല്ലാത്തത് അനാത്മ എന്ന് വിളിക്കും. മായയാണത്, ഭ്രമം അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ബോധം, ചിതാഭാഷ എന്ന് വിളിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഛായാഗ്രഹണി എന്നത് മായയിൽ ഏർപ്പെടുന്ന കർമ്മ അവശിഷ്ടങ്ങളെ ആഗീരണം ചെയ്യുന്ന അല്ലെങ്കിൽ സൂക്ഷ്മമായ മുദ്രകളെ അപചയമാക്കുന്ന മാനസികമായ അല്ലെങ്കിൽ ആത്മീയമായ സംവിധാനമായിട്ടാണ് ഇതിനെ യഥാർത്ഥത്തിൽ നമുക്ക് ടെക്നിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി രാമായണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ആശയം, ഛായാഗ്രഹണി എന്ന ആശയം രാമായണവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ച് അതിൻ്റെ പ്രതീകം, അതിൻ്റെ യോഗശാസ്ത്രപരമായ വീക്ഷണങ്ങൾ. ഇപ്പം ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് നോക്കുന്നത് ഛായാഗ്രഹണിയായി ഛായാഗ്രഹണിയായി സീതയുടെ അപഹരണം എന്ന കഥാതന്തുവാണ്. പല സൂക്ഷ്മമായ രാമായണത്തിൻ്റെ പുനരാഖ്യാനങ്ങളിലും രാവണൻ യഥാർത്ഥ സീതയെയല്ല കട്ടുകൊണ്ട് പോകുന്നത്, മറിച്ച് അവളുടെ ഛായാസീതയെയാണ്, മായാസീത എന്നൊക്കെ വിളിക്കാം, ഛായാസീതയാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. അഗ്നി സൃഷ്ടിച്ച ഒരു നിഴൽ അല്ലെങ്കിൽ മായയുടെ ഒരു പ്രൊജക്ഷനാണ് ഈ പറയുന്ന മായാസീത. ഈ പ്രവൃത്തി ആണ് യഥാർത്ഥത്തിൽ ഛായാഗ്രഹണി അല്ലെങ്കിൽ മായയെ പിടികൂടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മായയെ കൈവശം വയ്ക്കുക എന്ന് പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ രാമായണത്തിൽ താന്ത്രികപരമായ ഒരു സൂക്ഷ്മതയുണ്ട്. അതിലെന്താണ്? രാവണൻ തട്ടിക്കൊണ്ടു പോകുന്നത് യഥാർത്ഥത്തിൽ മായാസീതയാണ്. അപ്പോൾ യഥാർത്ഥ സീത അഗ്നിയിൽ വിലയം പ്രാപിക്കും, എന്നിട്ട് മായ സീതയെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യും.
രാവണൻ മായയെ സത്യമായി തെറ്റിദ്ധരിപ്പിക്കുന്ന അഹങ്കാര ശക്തിയാണ് യഥാർത്ഥത്തിലെ രാവണൻ എന്ന് നമ്മൾ രാമായണത്തിൽ വിളിക്കുന്ന കഥാപാത്രം. നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന മായയെ സത്യമായി തെറ്റിദ്ധരിപ്പിക്കും, നമ്മുടെ പ്രജ്ഞയെ തെറ്റിദ്ധരിപ്പിക്കും. അതിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ അഹങ്കാര ശക്തി, അതിനെയാണ് നമ്മൾ രാവണൻ എന്ന് വിളിക്കുക. ഇനി ഛായാസീതയെ എടുത്തു നോക്കിയാൽ കർമ്മമുദ്ര അല്ലെങ്കിൽ സൂക്ഷ്മമായ ആഗ്രഹ ശരീരം, അതായത് വാസനകളുടെ ശരീരം, അതിനെ നേരിടുകയും ശുദ്ധീകരിക്കുകയും വേണം. ഇനി അഗ്നിയുടെ പങ്ക് എന്താ ഇതിൽ? യഥാർത്ഥ സീതയെ അല്ലെങ്കിൽ യഥാർത്ഥ സത്തയാണ് നമ്മൾ സീത എന്ന് വിളിക്കുന്നത്. ആ സീതയെ സംരക്ഷിക്കുകയും ജ്വലിപ്പിക്കേണ്ട മായയെ നമ്മൾക്ക് മുമ്പിൽ ജ്വലിപ്പിച്ച് കാണിച്ചു തരികയും ചെയ്യുന്ന ആ ജഠരാഗ്നി. അപ്പോൾ ഇവിടെ വലിയൊരു കൺസെപ്റ്റാണ്. ഛായാഗ്രഹണി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ചെറിയ കഥാപാത്രമാണെന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് വിടും. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഉള്ളിലുള്ള ഒരു, അല്ലെങ്കിൽ നമ്മളെല്ലാവരും, ഓരോ മനുഷ്യനും ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പോലും അനുഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഛായാഗ്രഹണി. അതായത് യാഥാർത്ഥ്യമല്ലാത്തതിനെ യാഥാർത്ഥ്യമായി നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. അങ്ങനെയാണ് അത് നമ്മുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യുക. അല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ, നിങ്ങൾക്കും എനിക്കും ഉണ്ടായ പ്രശ്നം എന്താ, അല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്തായിരിക്കും? നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ ഓപ്പോസിറ്റുള്ള ആൾ പെരുമാറുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലൊരു സ്വപ്നം വരച്ചു വെച്ചാൽ അതിൻ്റെ നേർ വിപരീതമായിട്ട് പെരുമാറുക. ഇതാണ് ഛായാഗ്രഹണം. മായയുടെ എഫക്റ്റാണത്. അങ്ങനെ ഈ ഒരു ഭാഗം ആത്മീയ വിവേചനത്തിൻ്റെ ഒരു രൂപകമായിട്ട് മാറുന്നത് നമ്മൾ കാണും, മായാസീതയുടെ ഈ ഒരു തത്വം. അപ്പം മായയുടെയും അഹങ്കാരത്തിൻ്റെയും ഗ്രഹണത്തിലൂടെ കടന്നു പോകുന്നതിലൂടെ ആത്മാവായ ശ്രീരാമൻ അതിൻ്റെ യഥാർത്ഥ ശക്തിയായ സീതയെ വീണ്ടെടുക്കും. ഇതാണ് യഥാർത്ഥത്തിൽ രാമായണത്തിൻ്റെ തത്വം. ആത്മീയ വിവേചനത്തിൻ്റെ ശക്തി തിരിച്ചറിയലാണ്. അതെന്താ? മായയുടെയും അഹങ്കാരത്തിൻ്റെയും കൈവശപ്പെടുത്തലിലൂടെ കടന്നു പോകുന്ന ആത്മാവായ ശ്രീരാമൻ അതിൻ്റെ യഥാർത്ഥ ശക്തി മായാശക്തിയല്ല, യഥാർത്ഥ ശക്തിയായ സീതയുണ്ട്. ആ സീതയെ വീണ്ടെടുക്കൽ, അതാണ് രാമായണം. ഇത് ഒന്നാമത്തെ ഒരു മാനമാണ് നമ്മൾ പറഞ്ഞത്, ഛായാഗ്രഹണിയായി സീതയുടെ അപഹരണവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി അത് ദഹനയാത്രയായിട്ടുള്ള വനവാസം എന്ന കൺസെപ്റ്റും കൂടെ വെച്ചിട്ട് നോക്കാം, അല്ലെങ്കിൽ എന്ന മാനദണ്ഡം അല്ലെങ്കിൽ മാനം വെച്ചിട്ട് നമുക്ക് നോക്കാം, ഡയമെൻഷൻ വെച്ചിട്ട്. കാട്ടിലേക്കുള്ള ശ്രീരാമൻ്റെ പ്രവാസം യഥാർത്ഥത്തിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള ഒരു ഇറക്കമാണ്. അതായത് സൂപ്പർ കോൺഷ്യസിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള ഒരു ഇറക്കമാണ് യഥാർത്ഥത്തിൽ വനവാസകാലം, ഉപബോധ മനസ്സിലേക്കുള്ള ഒരു ഇറക്കം. അവിടെ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ധർമ്മത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും നിഴലുകളെയാണ് യഥാർത്ഥത്തിൽ അവർ ഫൈറ്റ് ചെയ്യുന്നത്. അതായത് ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്ന വാല്യൂവിൻ്റെ യഥാർത്ഥ പൊള്ളയായ വാല്യൂ അഹങ്കാരത്തിൻ്റെയും മായയുടെയും ഗ്രഹണത്തിൻ്റെയും ഒക്കെ ഇടയിൽ, അതായത് കാട്ടിലേക്കുള്ള പ്രവാസം ഉപബോധ മനസ്സിലേക്കുള്ള ഒരു ഇറക്കമാണ് അവിടെ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ധർമ്മത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ ഷാഡോ എഫക്റ്റിനെ അഭിമുഖീകരിക്കുന്നു, ഫേസ് ചെയ്യുന്നു. വനം യഥാർത്ഥത്തിൽ ഗ്രഹണിയായി മാറുന്നു. കർമ്മമുദ്രകൾ ഉപബോധ മനസ്സിൽ ആക്കപ്പെടുന്ന ദഹനത്തിൻ്റെ ആ ഒരു ക്രൂശ ആയിട്ട് നമ്മൾ പറയും. അപ്പോൾ ഇനി രണ്ടാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദഹനത്തിൻ്റെ യാത്രയായ വനവാസം, കാട്ടിലേക്കുള്ള, ഞാൻ ഈ പറയുന്ന പോലെ ഉപബോധ മനസ്സിലേക്കുള്ള ഒരു ഇറക്കം. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, രാമായണത്തിൽ ശൂർപ്പണഖയുടെ വികലത എന്ന് പറയുന്നത് എന്താണ്? ആ വശീകരിക്കുന്ന ആ യഥാർത്ഥ ജീവാത്മ ചൈതന്യത്തിൻ്റെ ആ നിഴലിനെ മുറിക്കുന്ന വശീകരണമാണ് യഥാർത്ഥത്തിൽ ശൂർപ്പണഖയുടെ വികലത. അതായത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവിനെ വശീകരിച്ചു കൊണ്ടുപോകുന്ന ആ ചൈതന്യത്തെ അങ്ങ് ഛേദിക്കുക, വികലമാക്കുക. അതാണ് ശൂർപ്പണഖയുടെ ശരീരഛേദം. ഇനി സ്വർണ്ണമാനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കൂ. പ്രവർത്തനത്തിൽ ഉള്ള ഒരു ഛായാഗ്രഹണി എഫക്റ്റാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സീതയുടെ മായയോടുള്ള ആഗ്രഹം അവളെ ജീവാത്മാവായ ശ്രീരാമനിൽ നിന്ന് വേർപിരിയലിലേക്ക് നയിക്കപ്പെടുന്നു, അല്ലെങ്കിൽ സീത ഈ പറയുന്ന അപഹരണത്തിലേക്ക് സ്വയം നടന്നെടുക്കുന്നു. എന്തുകൊണ്ട്? സ്വർണ്ണമാനിൻ്റെ അട്രാക്ഷനിൽ കുടുങ്ങിപ്പോയതുകൊണ്ട്, മായയോടുള്ള ആഗ്രഹത്തിൽ കുടുങ്ങിപ്പോയതുകൊണ്ട്. ഇനി ശ്രീരാമൻ്റെ ദുഃഖത്തെ എടുത്തു നോക്കിയാൽ
പരാശക്തിയിൽ നിന്ന് വേർപെടുന്ന സമയം ഒരു ആത്മാവിന്, ജീവാത്മാവിനുണ്ടാകുന്ന വേദനയാണ് രാമായണത്തിൽ ശ്രീരാമൻ്റെ ദുഃഖം. അല്ലാണ്ട് ശ്രീരാമൻ സദാ കരഞ്ഞിരിക്കുന്ന ആൾ എന്നല്ല അതിൻ്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ മാനം ഏതാണ്? പ്രാണികമായ, പ്രാണന്റെ ഗ്രഹണിയായി തീരുന്ന ഹനുമാൻ. അങ്ങനെ ഈ പറയുന്ന വ്യത്യസ്തമായ ഒരു തലം നമുക്ക് രാമായണത്തിൽ ഈ തത്വങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഛായാഗ്രഹണി എന്ന് പറഞ്ഞാൽ മായയുടെ തത്വത്തെ വിവരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇപ്പം പ്രാണന്റെ ഗ്രഹണിയായിട്ടാണ് അവിടെ, ഗ്രഹണശക്തിയായിട്ടാണ് ഹനുമാൻ വരുന്നത് രാമായണത്തിൽ. ശ്വാസവും ഉണർന്നിരിക്കുന്ന മനസ്സുമായ ഹനുമാൻ സമുദ്രത്തിന് കുറുകെ ചാടുന്നു. മായയെ തുളച്ച് ഐക്യം പുനഃസ്ഥാപിക്കുന്ന പ്രാണന്റെ ദഹന അഗ്നി, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രതീകവൽക്കരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹനുമാന്റെ യാത്ര ഏറ്റവും ഉയർന്ന ക്രമത്തിലുള്ള ഒരു ഛായാഗ്രഹണിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം നിഴലിനെ, അതായത് ലങ്കയുടെ മായ, ലങ്ക എന്നുള്ളത് തന്നെ മായാപുരിയാണ്, മായയാണ് ലങ്ക, ആ നിഴലിനെ ആഗീരണം ചെയ്യുകയും സത്യമാകുന്ന സീതയുടെ സന്ദേശത്തെ തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നത്, സമുദ്രം കടന്നു പോകുന്നത് മായയെ ആഗീരണം ചെയ്യാൻ, എബ്സോർബ് ചെയ്തിട്ട് അതിൽ നിന്ന് സീതയുടെ സന്ദേശമാകുന്ന സത്യത്തെ തിരികെ കൊണ്ടുവരണം. അപ്പോൾ മായയെ അബ്സോർബ് ചെയ്തിട്ട് മായയിൽ നിന്ന് സത്യത്തെ പുറത്തേക്ക് കൊണ്ടുവരാം. ഇനി മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ യോഗശാസ്ത്രപരമായ ചിന്താഗതി ഈ പറയുന്ന അവസ്ഥയ്ക്ക് എന്താണ് എന്ന് നോക്കാം. അവിടെ നമ്മൾ ഒരുപാട് എലമെൻസിനെ കാണും. ഒന്ന് നിഴൽ, അതായത് ഛായ, പിന്നെ ഗ്രഹണം, അതായത് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ കൈവശം വയ്ക്കുക, പിന്നെ അഹം തത്വം, അത് രാവണൻ, ആത്മതത്വം, അത് ശ്രീരാമൻ, ശ്വാസം എന്ന ഹനുമാൻ അല്ലെങ്കിൽ പ്രാണൻ എന്ന ഹനുമാൻ. അപ്പോൾ ഛായാഗ്രഹണിയുടെ വ്യാഖ്യാന തലത്തിൽ എടുത്തു നോക്കിയാൽ നിഴൽ എന്ന ഛായ ഭ്രമം അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ മുദ്രണങ്ങൾ, സൂക്ഷ്മമായ ആഗ്രഹങ്ങൾ, ഇതിനെ രാമായണത്തിലുള്ള കഥയിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? അവിടെ ഛായാസീത, മായാസീത, അതുപോലെ സ്വർണമാൻ, അതുപോലെ ശൂർപ്പണഖ, ഈ കഥാപാത്രങ്ങളിലൂടെയാണ് ഈ പറയുന്ന ഘടകങ്ങളെ, നിഴൽ ആയ ഛായയെ, അതായത് ഭ്രമമായ, കർമ്മത്തിൻ്റെ മുദ്രണമായ, സൂക്ഷ്മമായ ആഗ്രഹങ്ങളായ ഈ മായയെ രാമായണത്തിൽ മായാസീത എന്ന കഥാപാത്രത്തിലൂടെയും സ്വർണമാൻ എന്ന കഥാപാത്രത്തിലൂടെയും ശൂർപ്പണഖ എന്ന കഥാപാത്രത്തിലൂടെയും അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഛായയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത് പറഞ്ഞതെങ്കിൽ ഗ്രഹണി, ഛായാഗ്രഹണി അല്ലേ, സംയുക്ത പദമാണ്. അപ്പോൾ ഗ്രഹണി എന്ന് പറഞ്ഞാൽ കൈവശം വയ്ക്കുക, പിടിച്ചെടുക്കുക എന്നൊക്കെയാണ്. അവിടെയാണ് നമ്മൾ ദഹിപ്പിക്കുന്ന അഗ്നിയായ ജഠരാഗ്നി, പിന്നെ സ്വാംശീകരണം, അതിനുശേഷം പരിവർത്തനം, അതാണ് ഡൈജസ്റ്റീവ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ സ്വാംശീകരണമാണ്. കാരണം ആ ഡൈജഷൻ, നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം അത് പരിവർത്തനത്തിലേക്ക് സ്വാംശീകരിക്കും ശരീരം അല്ലേ. ആ ഡൈജസ്റ്റ് ചെയ്ത വസ്തുവിനെ സ്വാംശീകരിച്ച് തന്നിലേക്ക് ലയിപ്പിച്ചിട്ട് ആ ലയനത്തിലൂടെയാണ് ശരീരം പരിവർത്തനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ രാമായണത്തിൽ അതെങ്ങനെയാണ് പറയുന്നത് നമ്മളോട്? ആ ഗ്രഹണി എന്ന തത്വം, വനവാസം, അതുപോലെ അഗ്നി, അതുപോലെ ഹനുമാന്റെ ആ കുതിപ്പ്, സമുദ്രലംഘനം, ഇതിലൂടെയൊക്കെ നമ്മളോട് പറയുന്നത് ആ കൈവശം വെക്കുന്ന സ്വഭാവമാണ്, പിടിച്ചെടുക്കുന്ന സ്വഭാവം. പിന്നെ അതിനുശേഷം അഹം തത്വത്തെ ശ്രീ രാവണനായിട്ട് പറയുന്ന സമയത്ത് വ്യാഖ്യാനം വരുന്നത് സത്യത്തിന് വേണ്ടിയിട്ട് മായയെ തെറ്റിദ്ധരിക്കുന്നു. അതായത് മായയുടെ യഥാർത്ഥ ലക്ഷണം അല്ലെങ്കിൽ ലക്ഷ്യം സത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതല്ല എന്ന് തെറ്റിദ്ധരിക്കുന്നു ആര്? അഹം തത്വം, അഹങ്കാരം, അല്ലെങ്കിൽ നമ്മൾ രാവണൻ എന്ന് വിളിക്കുന്നു. ഇനി രാമായണത്തിൽ അതെങ്ങനെയാണ് വാൽമീകി അവതരിപ്പിച്ചിട്ടുള്ളത് നോക്കൂ. അത് മായാസീതയുടെ അപഹരണമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സന്ദേശം നൽകാൻ വാൽമീകി തിരഞ്ഞെടുത്ത കഥാസന്ദർഭം. അതായത് അഹം തത്വത്തിന് മായയെ തെറ്റിദ്ധരിക്കുന്ന ആ പോർഷൻ, അത് രാമായണത്തിൽ ആ തത്വത്തെ മായാസീതയുടെ അപഹരണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇനി ആത്മതത്വമാകുന്ന ശ്രീരാമനെ എടുത്തു നോക്കിയാൽ, ആ ഘടകം എടുത്തു നോക്കിയാൽ, അവിടെ യഥാർത്ഥ സത്തയുമായി പുനഃസമാഗമം തേടുന്നു എന്ന ഘട്ടം ഒരു ജീവാത്മാവിന്
ഉയർന്ന ആത്മാവുമായിട്ട് പുനഃസമാഗമം, നേരത്തെ അതുമായി ലയിച്ചിരുന്നതാണ്, പക്ഷെ എന്തോ കാരണം കൊണ്ട് അതിൽ നിന്ന് വിട്ടുപോന്നു. തിരിച്ച് അങ്ങോട്ടേക്ക് ലയിച്ചിരിക്കാനുള്ള ആ പുനഃസമാഗമം തേടുന്നു. അങ്ങനെ വനത്തിലൂടെയും ലങ്കയിലൂടെയും ഉള്ള യാത്രയെ അനുസ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥാസന്ദർഭങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഒരു തത്വത്തെ രാമായണത്തിൽ വാൽമീകി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ശ്വാസമായി ഹനുമാനെ കാണാം രാമായണത്തിലുടനീളം. അത് ഭ്രമത്തെ ഉപാപചയം ആക്കുന്ന പ്രാണശക്തിയെയാണ് ഇവിടെ ഹനുമാൻ എന്ന് വിളിച്ചിട്ടിരിക്കുന്നത്. ഇനി രാമായണത്തിൽ നോക്കിയാൽ സത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി വേർപെടലിൻ്റെ പാലം ഉണ്ടാക്കുന്നത് ആരാണ്? ഈ പറയുന്ന ചൈതന്യമാണ്, ശ്വാസം, പ്രാണൻ എന്ന്. അങ്ങനെ ഗ്രഹണവും ഛായാഗ്രഹണിയും എന്ന് പറഞ്ഞാൽ ഗ്രഹണ സമയത്ത് നിഴല് അല്ലെങ്കിൽ ഛായ പ്രകാശത്തെ മറികടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഗ്രഹണം അല്ലേ? സൂര്യഗ്രഹണമായാലും സൂര്യൻ്റെ ആ തേജസ്സിനെ നിഴല് മറികടക്കും. ഈ ആകാശപരമായ സംഭവം അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ ഈ സംഭവം ഒരു പ്രപഞ്ചത്തിൻ്റെ ഛായാഗ്രഹണി എഫക്റ്റാണ്. രാമായണത്തിൽ ഈ പറയുന്ന എഫക്റ്റ് സീതയുടെ അപഹരണത്തിൽ കാണാം, ആത്മാവിൻ്റെ വ്യക്തതയുടെ ഒരു ഗ്രഹണം. അതുപോലെ ശ്രീരാമൻ്റെ യാത്ര നിഴലിലൂടെയുള്ള ഒരു കടന്നു പോകലായിട്ടാണ് അവിടെ നമുക്ക് ഈ യാത്രയെ കാണാൻ സാധിക്കുക. പിന്നെയുള്ളത് പുനഃസമാഗമമാണ്, അതായത് ഗ്രഹണത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു ഉദയമാണ് പുനഃസമാഗമം. അപ്പോൾ നമ്മളുടെ ആചാരപരമായ ചട്ടക്കൂടുകളിൽ നിന്ന് ഗ്രഹണ സമയത്ത് ഇത് വിശുദ്ധി ആജ്ഞ ചക്ര സാധനയുമായിട്ട് മനോഹരമായി യോജിക്കുന്ന ഒരു പ്രക്രിയയാണ് ഏത്? ഛായാഗ്രഹണി. അവിടെ ഒരാൾ മിഥ്യയെ ഉപാപചയമാക്കുകയും ആന്തരികമായ സത്യം വീണ്ടെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണും. ഇനി ഇതേ ഛായാഗ്രഹണിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, മന്ത്രവിധിയുണ്ട്, ഉപാസനാവിധിയുണ്ട്. നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ ഓരോ കഥാപാത്രം, നേരത്തെ നമ്മൾ സുരസയെ പരിശോധിച്ചപ്പോൾ ഒരുപാട് മന്ത്രസാധ്യതകളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇതും വളരെ വിപുലമായ ആചാരക്രമങ്ങൾ ഉള്ള ഒരു അസ്തിത്വമാണ് ശരിക്കും, അല്ലെങ്കിൽ ഒരു ചൈതന്യമാണ് ഛായാഗ്രഹണി. അതെങ്ങനെയാ? ചന്ദ്രൻ്റെ ഘട്ടം എടുത്ത് നോക്കിയാൽ അമാവാസി ദിനത്തിൽ, നേരത്തെ ഞാൻ പറഞ്ഞതിൽ കുറച്ച് വ്യത്യാസം ആകുന്നുണ്ട്. അമാവാസി ദിനത്തിൽ മൂലാധാര ചക്രത്തിൽ കേന്ദ്രീകരിക്കും ഉപാസന ഒരു ഉപാസകൻ. അവിടെ സീത, രാമായണത്തിൻ്റെ രൂപം എന്താണ്? ഈ ഉപചാരത്തിൽ രാമായണത്തെ കൂട്ടിവെച്ചിട്ടാണ് ഈ ഉപാസന നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ അമാവാസി ദിനത്തിൽ നമ്മുടെ ശരീരത്തിലെ മൂലാധാര ചക്രമാണ് നമ്മൾ കേന്ദ്രീകരിക്കുക. ഇനി രാമായണം എന്ന ഇതിഹാസത്തിലെ സന്ദർഭത്തിൽ സീത, അതായത് മറഞ്ഞിരിക്കുന്ന സാരാംശമായ സീത, അതാണ് അവിടെ നമ്മൾ എടുക്കുക സ്വരൂപം. മന്ത്രമുണ്ട് ഇതിന്. ഓം ശക്തി ഛായാഗ്രഹണ്യൈ നമ എന്ന് പറഞ്ഞ മന്ത്രമുണ്ട്. അങ്ങനെ ആചാരപരമായ ഒരു അവസ്ഥ, ഈ ഒരു ഉപാസന തുടങ്ങുമ്പോൾ നമ്മൾ എള്ളെണ്ണ ഉപയോഗിച്ച് ആദ്യ പാഠങ്ങൾ ഉറപ്പിക്കും. മൂലാധാരമാണല്ലോ, അപ്പോൾ ആ ജ്ഞാനം മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് സീത. അതുകൊണ്ട് തന്നെ അതിനെ തെളിയിച്ച് ആ ജ്ഞാനം അവിടെ ഉറപ്പിക്കും. ഇനി രണ്ടാമത് ഘട്ടം ശുക്ലപക്ഷത്തിലെ, അതായത് പൗർണമിയിലേക്ക് പോകുന്ന ആ ഭാവം, അതാണ് ശുക്ലപക്ഷം. അതിലെ അഷ്ടമി ചന്ദ്രൻ, അഷ്ടമിയോടടുക്കുന്ന വർദ്ധമാന ചന്ദ്രനെ ആണ് ഈ ഘട്ടം പ്രതീകവൽക്കരിക്കുന്നത്. അവിടെ സ്വാധിഷ്ഠാന ചക്രം, നമ്മുടെ ശരീരചക്രത്തിൽ സ്വാധിഷ്ഠാന ചക്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ രാമായണത്തിൽ നോക്കുമ്പോൾ അത് സ്വർണ്ണമാനിൻ്റെ ആവിർഭാവമായിട്ടാണ് നമ്മൾ കാണുക. സ്വർണ്ണമാനിൻ്റെ ആവിർഭാവം. അവിടെയും ഈ പറയുന്ന പോലെ നമ്മൾക്ക് മന്ത്രമുണ്ട്, ഓം മായ ഗ്രഹണ്യൈ നമ. ഇവിടെ നമ്മൾ ആചരിക്കാൻ വേണ്ടിയിട്ട് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പം കർപ്പൂരം ചേർത്ത് കൊണ്ടുള്ള ജലനിവേദ്യം ദേവതയ്ക്ക് സമർപ്പിക്കും. ഇനി അതിനുശേഷം അടുത്ത മൂന്നാമത്തെ ഘട്ടമാണ് ശുക്ലപക്ഷത്തിൽ അഷ്ടമി ചന്ദ്രൻ, അതായത് 8ാമത്തെ ദിവസം, ശുക്ലപക്ഷത്തിലെ 8ാമത്തെ ദിവസത്തെ നിലാവ് അഷ്ടമി ചന്ദ്രൻ. അത് നമ്മുടെ ശരീരത്തിൽ മണിപൂരക ചക്രവുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അന്നത്തെ ദിവസം. ഇത് രാമായണത്തിൽ അഗ്നി ദേവതയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രം ഓം ജഡരാഗ്നി ദേവിയൈ നമ. ഇവിടെ
നെയ്വിളക്ക് കത്തിച്ചുകൊണ്ട് ആ തിരുനാളത്തെ നോക്കി ധ്യാനം ചെയ്യും. ഇനി ശുക്ലപക്ഷത്തിലെ പൗർണമിയോട് അടുക്കുന്ന വർദ്ധമാന ചന്ദ്രനുണ്ട് ശുക്ലപക്ഷത്തിൽ. അത് നമ്മൾ ശരീരത്തിൽ അനാഹതം കേന്ദ്രീകരിക്കും. അവിടെ ശ്രീരാമൻ ആണ് രാമായണത്തിലെ കഥാപാത്രം. അനാഹതത്തിൽ അവിടെ മന്ത്രമുണ്ട്, ഓം രാമഛായാഗ്രഹണ്യൈ നമഃ. അത് ഹൃദയത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് ജപിക്കുക, അനാഹതം കേന്ദ്രീകരിച്ചിട്ട്. ഇനി അതിനുശേഷം പൗർണമി ചന്ദ്രൻ വന്നണിയും. അപ്പോൾ അമാവാസിക്ക് ശേഷം അമാവാസി ദിനത്തിൽ മൂലാധാരവും അഷ്ടമിയോടടുക്കുന്ന ആ 7 ദിവസങ്ങളിൽ അത് സ്വാധിഷ്ഠാന ചക്രവും, ഇനി ആ 7 കഴിഞ്ഞ ഉടനെ വരുന്ന അഷ്ടമി ദിവസത്തിൽ മണിപൂരക ചക്രത്തിലും, ഇനി അഷ്ടമിക്ക് ശേഷം പൗർണമിയോടടുക്കുന്ന ആ 7 ദിവസത്തെ വർദ്ധമാന ചന്ദ്രകലയിൽ വിശുദ്ധി ചക്രം പൗർണമി ചന്ദ്രന്, അഷ്ടമിക്ക് ശേഷമുള്ള പുരോഗതിക്ക് പൗർണമി വരെയുള്ള പുരോഗതിക്ക് അനാഹതത്തിൽ ശ്രീരാമൻ, വിശുദ്ധിയിൽ ഹനുമാൻ. പൗർണമി ചന്ദ്രനിൽ വിശുദ്ധിയിൽ ഹനുമാൻ എന്ന ദേവതയ്ക്കാണ് പ്രാധാന്യം. ഓം പ്രാണഗ്രഹണ്യൈ നമഃ. അവിടെ നമ്മൾ പ്രാണായാമവും ഹനുമാൻ്റെ ആ ജയന്റ് ലീപ്പ് കുതിച്ച് ചാട്ടത്തിനെ കുറിച്ചൊക്കെ ആലോചിച്ച് മനനം ചെയ്യും. ഇനി കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിയോടടുക്കുന്ന, അതായത് ക്ഷയിക്കുന്ന കാലഘട്ടത്തിലെ 8ാമത്തെ ദിവസത്തെ ചന്ദ്രനെ ശരീരത്തിലെ ആജ്ഞാചക്രവുമായിട്ടാണ് റിലേറ്റ് ചെയ്യുക. അവിടെ ദേവതാ ചൈതന്യം രാവണനാണ് സാക്ഷാൽ. അവിടെയാണ് ഓം അഹം ഗ്രഹണ്യൈ നമഃ എന്ന മന്ത്രം പ്രയോഗിക്കുക. ഇവിടെ നമ്മൾ നമ്മുടെ മനസ്സിൽ ഉള്ള ട്രോമ, അങ്ങനെയുള്ള ഒരുപാട് ചാലഞ്ചസ്, ഇതിനെയൊക്കെ നമ്മൾ വളരെ ശാസ്ത്രീയപരമായിട്ട് വളരെയേറെ മാനസികമായ സങ്കല്പങ്ങൾ എടുത്തുകൊണ്ട് അതിജീവിക്കും. അപ്പോൾ ശുക്ലപക്ഷത്തിലെ പൗർണമിയോട് അടുക്കുന്ന ആ വർദ്ധമാന ചന്ദ്രൻ, അത് നമ്മൾ അനാഹതത്തിലെ ശ്രീരാമചന്ദ്രനായും ഹൃദയത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ജപം നമ്മൾ അനുഷ്ഠിക്കുകയും, തുടർന്ന് പൗർണമി ചന്ദ്രൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പൗർണമി വരുന്ന സമയത്ത് സൂക്ഷ്മ ശരീരത്തിലെ വിശുദ്ധി അല്ലെങ്കിൽ ആ വിശുദ്ധി ചക്രത്തിൽ ഹനുമാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾ പ്രാണായാമവും അതുപോലെ തന്നെ ഹനുമാൻ്റെ ആ ഒരു സമുദ്രലംഘന ഭാഗങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉപാസനയാണ് അല്ലെങ്കിൽ ഒരു ക്രിയയാണ് നമ്മൾ ചെയ്യാം. അതിനുശേഷം നമ്മൾ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമിയോട് അടുക്കുന്ന ആ ക്ഷയിക്കുന്ന ചന്ദ്രനെ, അത് നമ്മൾ ആജ്ഞാചക്രത്തിലേക്ക്, സൂക്ഷ്മ ശരീരത്തിൽ ആജ്ഞാചക്രം കേന്ദ്രീകരിച്ച്, അവിടെ ചക്രമാണെന്നും കൂടെ നമ്മൾ പറയും, മനസ്ചക്രമാണ്. ആ മനസ്സിനെ ഗ്രഹിച്ചിരിക്കുന്ന അഹം തത്വം, രാവണനെ നമ്മൾ വിളിക്കുന്ന ആ വാസനകളാണ്. അതിനെ നമ്മൾ നിഴൽക്കുറിപ്പുകൾ വഴി, അതായത് സങ്കല്പങ്ങൾ വഴി, മനസ്സിൻ്റെ ദൃഢത വർദ്ധിപ്പിക്കാനുള്ള സങ്കല്പങ്ങൾ എടുത്തുകൊണ്ടുള്ള ക്രിയകൾ. അതിനുശേഷം നമ്മൾ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമി ചന്ദ്രനെ ആവുമ്പോൾ സമയത്ത്, അതായത് 7 കഴിഞ്ഞ് 8ാമത്തെ ആ അഷ്ടമി ചന്ദ്രനെ സഹസ്രാര ചക്രം, അവിടെ നമ്മൾ സീതയും ശ്രീരാമനും തമ്മിലുള്ള പുനഃസമാഗമമാണ് നമ്മൾ ധാരണ ചെയ്യുക. അവിടെ നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ത്രാടക ധ്യാനമാണ്. അതായത് നമ്മൾ കണ്ണിൻ്റെ ആ ലെവലിൽ തന്നെ ഒരു തിരുനാളം വെച്ചിട്ട് ആ നാളത്തെ കണ്ണിമയ്ക്കാതെ നോക്കിയിരിക്കുന്ന യോഗശാസ്ത്രത്തിലൊരു ധ്യാനമുണ്ട്. അതിനുശേഷം നമ്മൾ കൃഷ്ണപക്ഷത്തിലെ അമാവാസിയോട് അടുക്കുന്ന ആ ശേഷിക്കുന്ന ആ 7 ദിവസത്തെ ചന്ദ്രൻ, ആ ദിവസങ്ങളിൽ നമ്മൾ സർവ്വചക്രങ്ങളും, നമ്മുടെ ശരീരത്തിലെ ഈ പറയുന്ന 7 ചക്രങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ക്രിയ ചെയ്യും. അവിടെ നമ്മൾ ഇതെല്ലാത്തിനെയും നമ്മൾ സംയോജിപ്പിച്ചുകൊണ്ട് പൂർണ്ണ ശരീരത്തിൽ ഈ പറയുന്ന ആരാധനയ്ക്ക് ചെയ്തിട്ട് ആ ദിവസം പൂർണ്ണ ശരീരത്തിൽ നമ്മൾ തൈലം തേച്ച് വിശ്രമിക്കുകയാണ് ചെയ്യുക. എണ്ണയിട്ട് കുളിക്കുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അപ്പോൾ മാസത്തിലെ ഈ പറയുന്ന കൃഷ്ണപക്ഷത്തിലെ അമാവാസിക്ക് അങ്ങനെ ഒരു കംപ്ലീറ്റ് സൈക്കിളുള്ള ഒരു ആചാരക്രമമൊക്കെ ശരിക്കും ഇതിനോടനുബന്ധിച്ചിട്ടുണ്ട്. ഛായാഗ്രഹണി അത് നമ്മുടെ ആ മായയെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഛായാഗ്രഹണിയുടെ ചന്ദ്രൻ്റെ കലകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലെ ആന്തരികമായ പരിവർത്തനങ്ങളുമായി അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട്
മായയെ ചാക്രികമായി ഉപാപചയമാക്കാൻ വേണ്ടിയിട്ട് ഈ ക്രമങ്ങൾ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഛായാഗ്രഹണിയെ സംബന്ധിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ള തത്വം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഛായയെ സംബന്ധിച്ചിട്ട് ഉപാസന മാർഗത്തിലൊക്കെ ഉണ്ട്. നമുക്ക് ഛായാദർശന സംവിധാനങ്ങളുണ്ട്, ഷാഡോ ജേർണലിംഗ് ഉണ്ട്, അതുപോലെ ഗ്രഹണി കലകളുണ്ട്, അതായത് ജഡരാഗ്നിയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കലകളുണ്ട്. അതുപോലെ തന്നെ രാവണനെ ഉപയോഗിച്ചിട്ടുള്ള മിററിംഗ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഹനുമാൻ്റെ ആ ഒരു ലീപ് ജേർണലിംഗ്, ഇങ്ങനെ ഒരുപാട് താന്ത്രികപരമായ, അതുപോലെ ഈ എക്ലിപ്സ് ജേർണലിംഗ് എന്ന് പറയും, ഛായാഗ്രഹണ മൊമെൻറ്റ്സിനെ ജേർണൽ ചെയ്യുക. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഈ പറയുന്ന ഗ്രഹണ സമയങ്ങൾ, ലൂണാർ സോളാർ എക്ലിപ്സിൻ്റെ സമയങ്ങളിൽ നമ്മൾ സ്വയം തൻ്റെ ഉള്ളിൽ നിന്ന് ഈ പറയുന്ന പോലെ ആന്തരികമായ പ്രഭയ്ക്ക് സംഭവിക്കുന്ന ഗ്രഹണം, അതുപോലെ തന്നെ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ക്രിയകൾ, അതുപോലെ തന്നെ ഈ ഒരു ഗ്രഹണ സമയത്തുള്ള നിഴൽ ആണ് നമ്മളിൽ അധികരിച്ചിരിക്കുക. അപ്പോൾ അതിനെ മാറ്റി ഡോമിനൻ്റ് ആക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെ, പിന്നെ ഇതിൻ്റെയൊക്കെ റീഅലൈൻമെൻറ്റിനുള്ള മന്ത്രങ്ങൾ എന്തൊക്കെ, പിന്നെ നമ്മൾ സ്വയം അന്ധകരണത്തിനോട് തന്നെ സജസ്റ്റീവായിട്ട് മേക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരുപാട്. അങ്ങനെ ക്രിയാത്മകമായിട്ട് നമുക്ക് ഒരുപാട് ആചാര സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഛായാഗ്രഹണിയുമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് രാമായണം എന്നുള്ളത് കേവലം ഒരു ഇതിഹാസമല്ല, അത് മഹത്തായ ഒരു താന്ത്രിക പദ്ധതിയും കൂടെ വിളക്കി ചേർത്ത ഒരു കാവ്യമാണ്, ഇതിഹാസ കാവ്യമാണെന്നാണ്. നമ്മൾ ഇന്ന് വരെ രാമായണത്തിന് ഇങ്ങനെയൊരു മാനസികമായ ഉപാസനാ തലങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇനി അതേപോലെ നമ്മൾ വരുമ്പോൾ ഈ പറയുന്ന സുന്ദരകാണ്ഡത്തിൽ നമ്മൾക്ക് അതിശയം വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സെപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു കഥാപാത്രമാണ് ഇപ്പം മായാസീത എന്ന് പറഞ്ഞ പോലെ തന്നെ, ഛായാഗ്രഹണി എന്ന് പറഞ്ഞ പോലെ തന്നെ ലങ്കാലക്ഷ്മി. നമ്മൾ ലക്ഷ്മി എന്ന് കേട്ടിട്ടുണ്ട്. ലങ്കാലക്ഷ്മി എന്താണെന്ന് അധികം ആളുകളും ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇരുന്നുണ്ടാവാം. കാരണം ആ പ്രയോഗം ഹനുമാൻ ഈ പറയുന്ന പോലെ ലങ്കയിൽ കാല് കുത്തുന്ന സമയത്ത് അഭിമുഖീകരിക്കുന്ന ഒരു ദേവചൈതന്യമായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത് ലങ്കാലക്ഷ്മി. ഇത് യഥാർത്ഥത്തിൽ ഈ രാമായണ ഗ്രന്ഥങ്ങളിൽ ഒരു പരമ്പരാഗതമായ വെറും ഒരു പദമായിട്ടല്ല നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ തത്വം അതല്ല. വാൽമീകി സൃഷ്ടിച്ചത് വളരെ ബൃഹത്തായ തത്വമാണ്. ഇത് സമ്പന്നമായ താത്വികതയാണ്, അതുകൂടാതെ ഉദ്വേഗജനകമായ ഒരു അന്വേഷണം കൂടെയാണ്. കാരണം എന്തുകൊണ്ടാണ്, ഇതിൽ വളരെ ശക്തമായ പ്രതീകമുണ്ട്, അതുപോലെ തന്നെ സൂക്ഷ്മമായ ഒരു വലിയൊരു കൺസ്ട്രക്റ്റീവായ ഒരു കാര്യമായിട്ട് ഇത് ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ രാമായണത്തിൻ്റെ ആധുനികമായ ആഖ്യാനങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ, അതുപോലെ തന്നെ നാടകീയമായ വ്യാഖ്യാനങ്ങളിലും ഇതിൻ്റെ പ്രതീകം, അല്ലെങ്കിൽ ഇതിൻ്റെ തത്വത്തിൻ്റെ പ്രതീകാത്മകത, അതിൻ്റെ സൂക്ഷ്മമായ അനുരണനം, അതുപോലെ സംസ്കൃതത്തിലെ നിഘണ്ടുശാസ്ത്രം എന്നിങ്ങനെയൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഈ മാനങ്ങളിലൂടെയൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്കിതിൻ്റെ അർത്ഥതലങ്ങളും ഇതിൻ്റെ ഉദ്ദേശങ്ങളും നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ആദ്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലങ്കാലക്ഷ്മിയുടെ എന്താണ് പ്രതീകവും, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ മാനങ്ങൾ, വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദാറ്റ് ലങ്കാലക്ഷ്മി. ഇവിടെ ശരിക്കും ഒരു പ്രതീകമായിട്ടാണ് ലങ്ക എന്ന ആ ഒരു രാജ്യം തന്നെ രാമായണത്തിൽ നമ്മൾ കാണുന്നത്. രാമായണത്തിൻ്റെ സൂക്ഷ്മമായ വായനകളിൽ, അല്ലെങ്കിൽ നിഗൂഢമായ സീക്രട്ടീവ് ഒരു ടൈപ്പ് നമ്മളത് വായിച്ചാൽ, ലങ്ക വെറും ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു ദ്വീപ് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ദ്വീപരാഷ്ട്രം മാത്രമല്ല. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭൗതിക ശരീരം, ആഗ്രഹങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും മിഥ്യയുടെയും ഒരു കോട്ടയായ മായയായിട്ടാണ് യഥാർത്ഥത്തിൽ ലങ്ക പ്രതീകവൽക്കരണം. അപ്പോൾ ലങ്ക എന്താണ് എന്ന് ചോദിച്ച യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രതീകം, ലങ്ക എന്ന രാവണൻ്റെ സാമ്രാജ്യത്തിൻ്റെ പ്രതീകം എന്താണ് എന്ന് ചോദിച്ചാൽ, ഓരോ മനുഷ്യൻ്റെ മനസ്സിലുമുള്ള ആഗ്രഹങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും മിഥ്യാബോധത്തിൻ്റെയും ഒരു കോട്ടയാണ്, മായയാണ്. ഇനി അതിൻ്റെ തന്നെ ഒരു നിഴൽ ആയ ഒരു മണ്ഡലമാണ് ലങ്ക, ഒരു ഷാഡോ സ്പേസാണ് ലങ്ക. അതായത് ആത്മാവ്, സീത അഹങ്കാരത്താൽ, ആത്മചൈതന്യമാകുന്ന സീത അഹങ്കാരത്താൽ രാവണനാൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം, ഒരു ഷാഡോയി ഏരിയ.
ഇനിയാണ് നമ്മൾ ഈ ലങ്കാലക്ഷ്മിയുടെ പ്രതീകത്തിലേക്ക്. ലങ്കാലക്ഷ്മി എന്താണ്? പരമ്പരാഗതമായി നമ്മൾ ലക്ഷ്മി എന്ന തത്വം സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ലക്ഷ്മി ലങ്കയിൽ വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലങ്കയിലെ ലക്ഷ്മി അതെന്താ? അത് നേരെ വിപരീതമായ ഒരു എഫക്റ്റാണ്. നമ്മൾ പരമ്പരാഗതമായ ലക്ഷ്മി സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായി പറയുമ്പോൾ ലങ്കയിലെ ലക്ഷ്മി യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അതെന്താ? അത് വിപരീതമായ സമൃദ്ധി, അതുപോലെ നിഗൂഢമായ ലക്ഷ്മി, നിഗൂഢമായ ഒരു വിരോധാഭാസ പ്രക്രിയ. അപ്പം ലങ്കയിലെ ലക്ഷ്മി വിപരീതമായ സമൃദ്ധി എന്ന് പറയുമ്പോൾ ലങ്കയെ സുവർണ ലങ്കയായി, സമ്പന്നമായ ഒരു ഭൂമി, തിളക്കമുള്ള ഒരു രാജ്യം എന്നിങ്ങനെയൊക്കെയാണ് രാമായണത്തിൽ വിശേഷം അല്ലെങ്കിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ടും അത് ആത്മീയമായ പാപ്പരത്വമാണ് എന്നാണ് പറയുന്നത്. നെഗറ്റീവായ ലക്ഷ്മിയാണ് ലങ്കാലക്ഷ്മി. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാനെന്നറിയോ? ലക്ഷ്മി വസിക്കേണ്ടത് ധർമ്മത്തിൻ്റെ കൂടെയാണ്. ഇവിടെ ലക്ഷ്മി വസിക്കുന്നത് രാവണൻ്റെ കൂടെയാണ്. ലങ്കയിലെ ഈ സമൃദ്ധി വസിക്കുന്നത് ആസുരീകതയുടെ കൂടെയാണ്. അതുകൊണ്ട് ധർമ്മമില്ലാത്ത ഐശ്വര്യം, അതുകൊണ്ടാണ് അവളെ ലങ്കാലക്ഷ്മി എന്ന് വിളിച്ചത്. ഇനി ഇതിൻ്റെ സൂക്ഷ്മമായ അല്ലെങ്കിൽ നിഗൂഢമായ സീക്രട്ടീവ് ആയ ഒരു കാര്യം വശം നോക്കിയാൽ ലങ്കയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ആരെയും മോഹിപ്പിക്കുന്നതാണ്, വശീകരിക്കുന്നതാണ്. ഈ വശീകരണത്തിലൂടെ നമ്മൾ ഒറ്റപ്പെടുകയും ചെയ്യും. ഇതിന് ഐക്യമില്ല, അല്ലെങ്കിൽ ഐക്യമില്ലാത്ത ഭോഗത്തെ, ആസ്വാദനത്തെ പ്രതിനിധാനം ചെയ്യുന്ന സമൃദ്ധിയാണ് ലങ്കയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമൃദ്ധിക്ക് നടുവിലും സീത എത്തിയിട്ട് ഒറ്റപ്പെടുത്തുകയാണ് സീതയെ ചെയ്തല്ലേ. യഥാർത്ഥത്തിൽ ശ്രീരാമനിൽ നിന്ന് ഐക്യമില്ലാതെ ഒറ്റപ്പെടുത്തി അവളെ കൊണ്ടുവന്ന് ഈ വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സുവർണ നഗരിയായ ലങ്കയിൽ, അശോകവനിയിൽ അവളെ പാർപ്പിച്ചിട്ട് പോലും അവൾക്ക് ഈ പ്രലോഭനങ്ങൾ അരോചകമായിട്ടാണ് തോന്നിയത്. കാരണം എന്താ? ഇത് യഥാർത്ഥ ലക്ഷ്മി അല്ല. അതുകൊണ്ടാണ് അവളെ ലങ്കാലക്ഷ്മി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഐക്യമില്ലാത്ത, ധർമ്മവുമായ ഐക്യമില്ലാത്ത ഭോഗത്തെ, ആസ്വാദനത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ലങ്കാലക്ഷ്മി. ഇനി എന്താണ് ഈ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ? രാവണന് ലങ്കാലക്ഷ്മിയാണ് രാവണൻ്റെ കൂടെ വസിക്കുന്നത്, പക്ഷേ സീതാലക്ഷ്മി അല്ല. അദ്ദേഹത്തിന് ഭൗതികമായ മഹത്വമുണ്ട്, പക്ഷെ ആത്മീയമായ കൃപയില്ല. അപ്പോൾ രാവണൻ്റെ കൂടെ വസിക്കുന്ന സമൃദ്ധി ഏതാണ്? അത് സീതാലക്ഷ്മിയല്ല, അത് ലങ്കാലക്ഷ്മിയാണ്. കാരണം രാവണൻ്റെ അടുത്ത് ധർമ്മമില്ല. ധർമ്മത്തിൻ്റെ കൂടെ അല്ലാതെ വസിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിപരീതമായ സമൃദ്ധിയാണ്, നശ്വരമായ സമൃദ്ധിയാണ്, അനശ്വരമായതല്ല. ഇനിയാണ് നമ്മൾ രണ്ടാമത് ഒരു മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടിലൂടെ ഈ ലങ്കാലക്ഷ്മിയെ നോക്കിയാൽ, ലങ്കാലക്ഷ്മി അഹങ്കാര സമൃദ്ധിയുടെ ഒരു പ്രതീകമാണെന്ന് മനസ്സിലാവും. അഹങ്കാരത്തിൻ്റെ സമൃദ്ധിയാണ് അവിടെ ഉള്ളത്. സ്വതന്ത്രമാക്കുന്നതിന് പകരം അന്യവൽക്കരിക്കുന്ന വിജയം. സ്വതന്ത്രതയിലാണ് യഥാർത്ഥ വിജയം ഇരിക്കുന്നത്, പക്ഷേ ഇതെന്താ? അന്യവൽക്കരിക്കുന്ന വിജയം. ഇത് തെറ്റായ പ്രകാശമാണ്, തെറ്റായ വെളിച്ചമാണ്, തെറ്റായ സമൃദ്ധിയാണ്. ആന്തരികമായ ശൂന്യതയെ മറയ്ക്കുന്ന, തിളങ്ങുന്ന മിഥ്യയാണ് യഥാർത്ഥത്തിൽ ലങ്ക. ആ ഒരു ഷാഡോയി ഇഫക്റ്റാണ്, യാഥാർത്ഥ്യമല്ല. നമ്മൾ പറയില്ല ബബിൾ എഫക്റ്റ് എന്നൊക്കെ പറയില്ല, അതന്നെ. അപ്പോൾ ആത്മാവിൻ്റെ ശാന്തമായ സത്യം മറന്നുകൊണ്ട്, അതായത് എൻ്റെയും നിങ്ങളുടെയും മനസ്സിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, അത് ഈശ്വരീയമായ സ്വഭാവമാണ്. അതാണ് നമ്മുടെ ശാന്തമായ സത്യമായ സ്വഭാവം. അതിനെ മറന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയും? നമ്മൾ ഈ ലോകത്ത് നമ്മൾ പെർസീവ് ചെയ്യുന്ന ഈ 5 ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി എന്ന് പറയുന്ന ഈ ബാഹ്യമായ ലോകത്തെ ഞാൻ പെർസീവ് ചെയ്യുന്ന ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ആ ആത്മാവിൻ്റെ ശാന്തമായ സത്യം മറന്നുകൊണ്ട് ബാഹ്യശക്തിയിലൂടെ സാധുത തേടുന്ന നമ്മളുടെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ലങ്കാലക്ഷ്മി. ശൂന്യതയെ മറക്കുന്ന മിഥ്യമായ തന്നെ. ഇനി രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ലങ്കാലക്ഷ്മിയുടെ ആ ഭാവത്തെ നമ്മൾ ഇനി വാക്ക് അല്ലെങ്കിൽ പദശാസ്ത്രം വെച്ച് നോക്കിയാൽ, അവിടെ ലങ്ക എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക, ലങ്ക. ഈ ലങ്ക എന്ന ധാതുവിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. അതായത് ലംഘിക്കാൻ പറ്റുന്നത്, ചാടിക്കടക്കുന്നത് അല്ലെങ്കിൽ അതിക്രമിക്കുന്നത്,
എന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലങ്കയ്ക്ക് മുകളിലൂടെയുള്ള ഹനുമാന്റെ ചാട്ടം യഥാർത്ഥത്തെ എന്താ നമ്മളെ പഠിപ്പിക്കുന്നതെന്നറിയോ? മായയെ മറികടക്കുന്നതിൻ്റെ പ്രതീകമാണ് ഹനുമാന്റെ സമുദ്ര ലംഘനം. അപ്പം മായയ്ക്ക് മുകളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ചാട്ടമാണ് യഥാർത്ഥത്തിൽ എന്ത്? സമുദ്രലംഘനം. നമ്മുടെ ശരീരം എടുത്തു നോക്കിയാൽ വിശുദ്ധി ചക്രത്തിൽ കിടക്കുന്ന നമ്മുടെ വാസനകളുടെ ആ കൂട്ടത്തെ മറികടക്കുക. ഇതാണ് ഹനുമാന്റെ ലീപ്പ്, ദ ബിഗ് ലീപ്പ്, ജയന്റ് ലീപ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ കാവ്യാത്മകമായ ഉപയോഗത്തിൽ ലങ്കയെ പലപ്പോഴും സുവർണപുരി, സുവർണ നഗരി, സുവർണ ലങ്ക എന്നൊക്കെയാണ് വിളിക്കുക. അതിൻ്റെ തിളക്കമുള്ളതും എന്നാൽ വഞ്ചനാപരവുമായ സ്വഭാവത്തിന് പ്രാധാന്യം നൽകുന്നതാണ് ആ വിളി. അപ്പം ലങ്ക എന്നുള്ളത് മോഹി അല്ലെങ്കിൽ മായയാണ് യഥാർത്ഥത്തിൽ. ആ മായയുടെ മുകളിലുള്ള ചാട്ടമാണ് ഹനുമാന്റെ ഈ പറയുന്ന സമുദ്ര ലംഘനം, ചാടിക്കടക്കുക എന്നുള്ളത്. ഇനി ലങ്കാലക്ഷ്മി, രണ്ടാമത് ഭാഗം ലക്ഷ്മി എന്നുള്ളതാണ്. ലക്ഷ് എന്നുള്ള ആ മൂല ശബ്ദത്തിൽ നിന്ന്, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക, അടയാളപ്പെടുത്തുക, ലക്ഷ്യമിടുക. അതിനാൽ ലക്ഷ്മി എന്നാൽ ശ്രദ്ധിക്കപ്പെടുന്നവൾ, ശുഭസൂചനയെ അടയാളപ്പെടുത്തുന്നവൾ എന്നാണ്. അങ്ങനെ അവൾ ശ്രീയാണെന്ന് പറയും, പ്രകാശമാണ്, കൃപയാണ് എന്നൊക്കെ നമ്മൾ പറയാം. മാത്രമല്ല ലക്ഷണം, അടയാളങ്ങൾ, ഗുണങ്ങൾ, ഈ ലക്ഷണമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ലക്ഷ്മി. ലക്ഷണശക്തിയാണ് ശരിക്കും ലക്ഷ്മി. ഇനി ലങ്കാലക്ഷ്മി എന്ന സംയുക്ത പദം വ്യാകരണപരമായിട്ട് നോക്കിയാൽ ഇതൊരു തത്പുരുഷ സംയുക്തമാണ്. ലങ്കയുടെ ലക്ഷ്മി അർത്ഥപരമായിട്ട് പറയുമ്പോൾ ഇത് ലക്ഷ്മിയുടെ ഒരു പ്രാദേശിക രൂപത്തെ സൂചിപ്പിക്കുന്നതാണ്. ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ബാഹ്യമായ സമ്പത്തിനും ആന്തരികമായ ദാരിദ്ര്യത്തിനും ഇടയിലുള്ള മഹത്വത്തിനും പതനത്തിനും ഇടയിലുമുള്ള പിരിമുറുക്കത്തെ ഉണർത്തുന്ന ഒരു തരം ചൈതന്യം. അതുകൊണ്ടാണ് റിവേഴ്സ് എഫക്റ്റ് ആണ് ഈ ലങ്കാലക്ഷ്മിക്ക് എന്ന് പറയാൻ കാരണം. അപ്പം ലങ്കാലക്ഷ്മി ഗ്രമാറ്റിക്കലി എന്താണെന്ന് ചോദിച്ചാൽ അതൊരു തത്പുരുഷ സംയുക്തമാണ്. ലങ്കാലക്ഷ്മി അർത്ഥപരമായിട്ട് അത് ലക്ഷ്മിയുടെ ഒരു പ്രാദേശിക രൂപമാണ്. ഭൗതിക ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ലക്ഷണം. അതായത് നമ്മുടെ എക്സ്റ്റേണൽ റിസോഴ്സസ്, എക്സ്റ്റേണൽ സമൃദ്ധി, എക്സ്റ്റേണൽ നാച്ചുറൽ റിസോഴ്സസ് എന്നൊക്കെ പറയുന്ന പോലെ ആ ബാഹ്യമായ സമ്പത്തിനും ആന്തരികമായ ദാരിദ്ര്യം അല്ലെ, ബാഹ്യമായി നമ്മൾ സമ്പത്ത് വാരി കൂട്ടുന്ന സമയത്തും ആന്തരികമായും ആ സമ്പത്ത് നമുക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ആന്തരികമായി നമുക്ക് ദാരിദ്ര്യമാണ് ഉണ്ടാവാം. ഇതിന് രണ്ടിനും ഇടയിലുള്ള, അതായത് ഒരു മനുഷ്യൻ്റെ മഹത്വത്തിനും പതനത്തിനും ഇടയിലുള്ള പിരിമുറുക്കമുണ്ടല്ലോ, ടെൻഷനെയാണ് ഈ ലങ്കാലക്ഷ്മി എന്ന് വിളിക്കുന്നത് ശരിക്കും. ഇനി മൂന്നാമത് ഭാഗം നമ്മൾ എടുത്തു നോക്കിയാൽ അത് മറ്റ് പ്രതീകാത്മകത അല്ലെങ്കിൽ മറ്റ് രൂപകങ്ങളുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മൂലരൂപവുമായിട്ടുള്ള മാപ്പിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന അതിൻ്റെ ഒരു ആചാര സംഹിതകളുമായിട്ടൊക്കെ നമ്മൾ താരതമ്യം ചെയ്താൽ രാവണൻ്റെ ലങ്ക വേഴ്സസ് രാമൻ്റെ അയോധ്യ എന്നുള്ള ഒരു താരതമ്യം വേണമെങ്കിൽ ചെയ്യാം. ലങ്കലക്ഷ്മി അല്ലെങ്കിൽ ലങ്കാലക്ഷ്മി പുണ്യമില്ലാത്ത സമ്പത്ത് അല്ലെങ്കിൽ കീഴടങ്ങാത്ത വശീകരണം എന്നാണ്. എന്നാൽ അയോധ്യയിലെ ലക്ഷ്മിയോ ധർമ്മവുമായി പൊരുത്തപ്പെടുന്ന അഭിവൃദ്ധി, ത്യാഗത്തിൽ വേരൂന്നിയ കൃപ. ഇവരെയാണ് യഥാർത്ഥത്തിൽ രാവണൻ്റെ ലങ്കയിലെ ലക്ഷ്മിയും രാമൻ്റെ അയോധ്യയിലെ ലക്ഷ്മിയും തമ്മിലുള്ള വ്യത്യാസം. ഇതൊരു താരതമ്യം മാത്രമാണ്. അപ്പം ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ മൂലരൂപമായിട്ട് പാരലായി പോകുന്നുണ്ട്. രാവണൻ്റെ ലങ്കാലക്ഷ്മി കൈവശം വയ്ക്കുന്നത് ദിവ്യശക്തിയുടെ ആസുരീക ഗ്രഹണത്തെ പ്രതിഫലിപ്പിക്കും. കീഴടങ്ങളിലൂടെ നേടേണ്ടവ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. സീതയെ കൈവശപ്പെടുത്താൻ അല്ലേ, അവള് കൈവശപ്പെടുത്താനാവാത്ത കൃപയെ, ആത്മാവിൻ്റെ സ്വയംഭരണത്തെ പ്രതീകവൽക്കരിക്കുന്ന ആ സീതയെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് രാവണൻ. അതാണ് രാവണൻ്റെ ലങ്കാലക്ഷ്മി. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ലങ്കാലക്ഷ്മി എന്ന കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അത് ആഴത്തിലുള്ള മിഥ്യാധാരണ, നേരത്തെ ഛായാഗ്രഹണയെ പറഞ്ഞ പോലെ തന്നെയാണ് ലങ്കാലക്ഷ്മി. സമൃദ്ധി അതിൻ്റെ നെഗറ്റീവ് മോഡിലേക്ക് പോകും. നെഗറ്റീവ് മോഡിലേക്കുള്ള സമൃദ്ധിയാണ് യഥാർത്ഥത്തിൽ ലങ്കാലക്ഷ്മി. അപ്പോൾ ഇന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് ഇത്രയും സുന്ദരകാണ്ഡത്തിലെ കഥാപാത്രങ്ങളുടെ തത്വങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. എന്നും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളെല്ലാവരും പരമാവധി ഈ എപ്പിസോഡൊക്കെ നിങ്ങളുടെ ബന്ധുമിത്രാദികളുമായിട്ട് പങ്കുവയ്ക്കണം. പരമാവധി ആളുകൾ ഇത് അറിയട്ടെ. ഇതൊക്കെ അറിയേണ്ടത് തന്നെയാണ്.
ഇനി ഇങ്ങനെയുള്ള അവസരങ്ങൾ ചിലപ്പോൾ നമുക്ക് വന്നു ചേർന്നിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇതൊക്കെ അറിയാനുള്ള അവസരമാണ് നഷ്ടപ്പെടുക. അതുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ നിങ്ങളെല്ലാവരെയും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.